നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ലേഖനങ്ങളാണ്. അതെ, ഇതിലെ പ്രധാന വിഷയം റിപ്പീറ്റഡ് മെഷേഴ്സ് അനോവ. പേര് കേട്ട് ആരും പേടിക്കേണ്ട. ഇല്ലില്ല. ഒരേ ആളെ തന്നെ പലതവണ അളന്നു നോക്കുന്ന പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഒരു മരുന്ന് കഴിക്കുന്നതിന് മുൻപും ശേഷവും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരാളുടെ ബ്ലഡ് പ്രഷർ അളക്കുന്നത് പോലെ. അതെ, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില നിയമങ്ങളുണ്ട്. വളരെ കർശനമായ നിയമങ്ങൾ. അതെ, ആ നിയമങ്ങൾ എന്തൊക്കെയാണ്? അവ തെറ്റിയാൽ എന്ത് സംഭവിക്കും? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം വളരെ നല്ലതാണ്. സാധാരണ അനോവ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാനാണ്. മരുന്ന് എ കൊടുത്തവർ, മരുന്ന് ബി കൊടുത്തവർ, അങ്ങനെ. ഇതിന്റെ നിയമങ്ങളും കുറച്ച് സ്പെഷ്യലാണ്. അത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുമില്ലാതാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവേഷകർക്ക് ഈയൊരു രീതി ഇത്ര ഇഷ്ടം? പല ഗ്രൂപ്പുകളായി ആളുകളെ കണ്ടെത്തുന്നതിലും എളുപ്പമാണോ ഇത്? ഒരു തരത്തിൽ അതെ. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതിന്റെ കാര്യക്ഷമതയാണ്, എഫിഷ്യൻസി. കുറച്ച് ആളുകൾ മതിയല്ലേ? അതെ, 100 പേരെ വെച്ച് 3 ഗ്രൂപ്പുകളായി പഠനം നടത്തുന്നതിന് പകരം ഒരു 30 പേരെ വെച്ച് 3 തവണ അളന്നാൽ മതിയാകും. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഗുണമുണ്ട്. ഓരോ വ്യക്തിക്കും കഴിവിലും സ്വഭാവത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മൾ പല ഗ്രൂപ്പുകളെയാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാം. ശരിയാണ്. ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായി ഓർമ്മശക്തി കൂടുതലായിരിക്കും. അതെ, അപ്പോ ഓർമ്മശക്തിയുടെ മരുന്ന് പരീക്ഷിക്കുമ്പോൾ ആ ഗ്രൂപ്പ് ജയിക്കും. അത് മരുന്നിന്റെ ഗുണം കൊണ്ടാവണമെന്നില്ല. കൃത്യം. ആ പ്രശ്നം റിപ്പീറ്റഡ് മെഷേഴ്സിലില്ല. കാരണം നമ്മൾ ഒരാളെ അയാളോട് തന്നെയാണ് താരതമ്യം ചെയ്യുന്നത്. അയാളുടെ ഇന്നലത്തെ പ്രകടനവും ഇന്നത്തെ പ്രകടനവും. അതെ, അതുകൊണ്ട് തന്നെ പഠനത്തിലെ പിഴവുകൾ, അതായത് എറർ, വളരെ കുറവായിരിക്കും. കാലക്രമേണയുള്ള മാറ്റങ്ങൾ പഠിക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. അപ്പോൾ ഇതിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നില്ല? എന്തായാലും ഇതിനൊരു മറുവശമുണ്ടാകുമല്ലോ. തീർച്ചയായുമുണ്ട്. പ്രാക്ടീസ് ഇഫക്റ്റ്, ക്യാരി ഓവർ ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ട പേപ്പറുകളിൽ പറയുന്നുണ്ടല്ലോ. അതെ, അതാണിതിന്റെ പ്രധാന പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നമാണ് ഈ പ്രാക്ടീസ് ഇഫക്റ്റ്. നിങ്ങൾ ഒരേ ടെസ്റ്റ് തന്നെ ഒരാളെ കൊണ്ട് പലതവണ ചെയ്യിച്ചാൽ എന്ത് സംഭവിക്കും? അയാൾ അതില് എക്സ്പെർട്ടാകും. ആദ്യത്തെ തവണയേക്കാൾ നന്നായി ചെയ്യും. അത് പരിചയം കൊണ്ടാണ്. അതെ, അതുപോലെ തന്നെയാണ് ക്യാരി ഓവർ ഇഫക്റ്റ്. ഉം. നിങ്ങൾ ഒരാൾക്ക് തലവേദനയ്ക്കുള്ള 3 മരുന്നുകൾ എ, ബി, സി ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുത്ത് പരീക്ഷിക്കുകയാണെന്ന് കരുതുക. ഓക്കെ. ആദ്യം കൊടുത്ത മരുന്ന് എയുടെ എഫക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞും ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് മരുന്ന് ബിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാം. ഓ, അപ്പോൾ റിസൾട്ട് മൊത്തം കുളമാകുമല്ലോ. ആകും. ഇതിനെയാണ് ക്യാരി ഓവർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ മറികടക്കാൻ വഴിയുണ്ടോ? ഉണ്ട്. അതിനൊരു വഴിയാണ് കൗണ്ടർ ബാലൻസിംഗ്. കൗണ്ടർ ബാലൻസിംഗ്. അതായത് ട്രീറ്റ്മെന്റുകൾ പല ക്രമത്തിൽ ആളുകൾക്ക് കൊടുക്കുക. ചിലർക്ക് എ, ബി, സി എന്നോർഡറിൽ, മറ്റു ചിലർക്ക് ബി, സി, എ എന്നോർഡറിൽ. ആ, മനസ്സിലായി. അപ്പോൾ ഓർഡറിന്റെ ഒരു മുൻതൂക്കമില്ലാതാവും. അതെ, പക്ഷേ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം ഇതിന്റെ പിന്നിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ നിയമങ്ങളാണ്. അതാണ് ഇതിനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നിയമങ്ങളിലേക്ക് കടക്കാം. ഒരു റിപ്പീറ്റഡ് മെഷേഴ്സ് അനോവ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായ നിബന്ധനകൾ എന്തൊക്കെയാണവ? പ്രധാനമായും ഒരു 3 എണ്ണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3 എണ്ണം. ഒന്നാമത്തേത് നിരീക്ഷണങ്ങളുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസ്. ഇത് മിക്കവാറും എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ട ഒന്നല്ലേ? അതെ, ഒരുവിധം എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾക്കും ഇത് വേണം. അതായത് പഠനത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണം. ഒരാളുടെ പ്രകടനം മറ്റൊരാളെ സ്വാധീനിക്കരുത്. അതെ, ഇത് കേൾക്കാൻ സിമ്പിളാണെങ്കിലും സോഷ്യൽ സയൻസ് പഠനങ്ങളിൽ ഇതൊരു വലിയ വെല്ലുവിളിയല്ലേ? ഒരു ക്ലാസ് റൂമിലെ കുട്ടികളെ പഠിക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കില്ലേ? തീർച്ചയായും. അപ്പോൾ ഈ നിയമം അവിടെ ലംഘിക്കപ്പെടും. ശരി. ഇനി രണ്ടാമത്തെ നിയമം മൾട്ടിവേരിയേറ്റ് നോർമാലിറ്റിയാണ്. മൾട്ടിവേരിയേറ്റ് നോർമാലിറ്റി. അതായത് ഓരോ സമയത്തും നമ്മൾ അളക്കുന്ന ഡേറ്റ ഒരുമിച്ച് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാലിക്കണം. ഇനി മൂന്നാമത്തേത്. ഇതാണ് പ്രധാനപ്പെട്ടത്, അല്ലേ? അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആളുകളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നതുമായ നിയമം, സ്ഫിറിസിറ്റി. സ്ഫിറിസിറ്റി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണെന്നും തോന്നുന്നു. ഇതൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാമോ? ശ്രമിക്കാം.
ഇതൊരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കി നോക്കാം. ഓക്കെ. സ്ഫിറിസിറ്റിയെ നമുക്കിങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ 3 വ്യത്യസ്ത സമയങ്ങളിൽ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഒരാളുടെ ബ്ലഡ് പ്രഷർ അളക്കുന്നു. 3 അളവുകൾ. അതെ. ഇനി രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുറേ ആളുകൾക്ക് കണ്ടെത്തുന്നു. ഓക്കെ. അതുപോലെ ഉച്ചയ്ക്കത്തെയും വൈകുന്നേരത്തെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ 3 ജോഡി വ്യത്യാസങ്ങൾ. അതെ. സ്ഫിറിസിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യത്യാസങ്ങളുടെ എല്ലാം വേരിയൻസ്, അതായത് അവയുടെ ഒരു ചിതറൽ, ഏകദേശം തുല്യമായിരിക്കണം എന്നാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നുവോ ഏകദേശം അത്രത്തോളം തന്നെ ആയിരിക്കണം ഉച്ചയ്ക്കത്തെയും വൈകുന്നേരത്തെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും സ്പ്രെഡായി കിടക്കുന്നത്. വളരെ ശരിയാണ്. എല്ലാ താരതമ്യങ്ങൾക്കും ഒരേ റൂള്. അതെ. നിങ്ങൾ കാര്യം കൃത്യമായി പിടികിട്ടി. ഇതാണ് സ്ഫിറിസിറ്റിയുടെ കാതൽ. ഇനി എന്തിനാണ് ഇത് ഇത്ര പ്രധാനമെന്ന് പറയാം. പറയൂ. ഈ നിയമം തെറ്റിയാൽ ഒരു വലിയ അപകടമുണ്ട്. യഥാർത്ഥത്തിൽ സമയങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ടെസ്റ്റ് പറയും, ദേ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന്. അയ്യോ. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതായത് ഇല്ലാത്ത ഒരു ബന്ധമുണ്ടെന്ന് തെറ്റായി കണ്ടെത്തുക. സ്ഫിറിസിറ്റി ലംഘിക്കപ്പെട്ടാൽ ഈ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടും. അപ്പോൾ ഗവേഷകന്റെ കരിയറിനെ തന്നെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണിത്. തെറ്റായ ഒരു മരുന്ന് ഫലപ്രദമാണെന്നോ അല്ലെങ്കിൽ ഒരു പഠനരീതിക്ക് ഗുണമുണ്ടെന്നോ തെറ്റായി പബ്ലിഷ് ചെയ്യാൻ ഇത് കാരണമാകാം. അതെ. സത്യം പറഞ്ഞാൽ സോഷ്യൽ സയൻസിലും സൈക്കോളജിയിലുമൊക്കെ മിക്ക പഠനങ്ങളിലും ഈ സ്ഫിറിസിറ്റി എന്ന നിബന്ധന സ്വാഭാവികമായി പാലിക്കപ്പെടാറില്ല. അതെന്താ അങ്ങനെ? കാരണം അടുത്തടുത്തുള്ള സമയങ്ങളിലെ അളവുകൾക്ക് കൂടുതൽ ബന്ധമുണ്ടാകും. ശരിയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇന്നലത്തെ മൂഡും ഇന്നത്തെ മൂഡും തമ്മിലുള്ള ബന്ധം ഇന്നലത്തെയും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള മൂഡും തമ്മിലുള്ള ബന്ധത്തേക്കാൾ കൂടുതലായിരിക്കും. അതെ. ഇത് സ്ഫിറിസിറ്റിയെ ലംഘിക്കും. അതുകൊണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ഒരാൾക്ക് തെറ്റായ നിഗമനങ്ങളിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്റെ ഡാറ്റ ഈ സ്ഫിറിസിറ്റി നിയമം പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ എന്റെ പഠനം അതോടെ തീർന്നോ? ആ ഡാറ്റ എടുത്ത് കളയണോ? ഇല്ലില്ല. ഭാഗ്യത്തിന് പരിഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരും ഈ ടെസ്റ്റ് ഉപയോഗിക്കില്ലായിരുന്നു. ആശ്വാസമായി. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പരിഹാരം നമ്മുടെ എഫ് ടെസ്റ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യുകയോ? സ്ഫിറിസിറ്റി എത്രത്തോളം ലംഘിക്കപ്പെട്ടു എന്നതിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റിനൊരു പെനാൽറ്റി കൊടുക്കുന്നത് പോലെയാണിത്. ഇതിനായി എപ്സിലോൺ എന്നൊരു ഘടകം ഉപയോഗിക്കും. എപ്സിലോൺ? അതെങ്ങനെയാണ് ഈ പെനാൽറ്റി കൊടുക്കുന്നത്? എപ്സിലോൺ എന്നത് സ്ഫിറിസിറ്റിയുടെ ഒരു അളവാണ്. അതിന്റെ വില 1 ആണെങ്കിൽ സ്ഫിറിസിറ്റി പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. വില 1-ൽ താഴെയാണെങ്കിൽ ലംഘനം നടന്നിട്ടുണ്ട്. സാധാരണയായി ഗ്രീൻഹൌസ് ഗീസർ എപ്സിലോൺ, ഹുയിൻഫെൽറ്റ് എപ്സിലോൺ എന്നിങ്ങനെ 2 രീതികളാണ് ഉപയോഗിക്കുന്നത്. ഈ എപ്സിലോൺ വില ഉപയോഗിച്ച് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുന്നു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ആ വാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് ഇപ്പോഴും ഒരു പിടിയുമില്ല. ലളിതമായി പറയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റയ്ക്ക് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നതിന്റെ ഒരളവാണ്. സ്ഫിറിസിറ്റി തെറ്റുമ്പോൾ നമ്മുടെ ഡേറ്റ നമ്മൾ വിചാരിക്കുന്നത്ര സ്വതന്ത്രമല്ല. അപ്പോൾ ആ തെറ്റു പരിഹരിക്കാനായി നമ്മൾ ഈ സ്വാതന്ത്ര്യം അല്പം കുറയ്ക്കുന്നു. അതായത് നമ്മുടെ ടെസ്റ്റിനെ കൂടുതൽ കർശനമാക്കുന്നു. ചുമ്മാ അങ്ങൊരു വ്യത്യാസം സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. കൂടുതൽ ശക്തമായ തെളിവ് വേണമെന്ന് ടെസ്റ്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇത് ടൈപ്പ് 1 എറർ നിയന്ത്രിക്കാൻ സഹായിക്കും. പക്ഷേ ഈ ഗ്രീൻ ഹൌസ് ഗൈസർ പോലുള്ള ക്രമീകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുതരം ഒത്തുതീർപ്പല്ലേ? യഥാർത്ഥ ഡേറ്റയുടെ ഫലത്തെ നമ്മൾ മാറ്റം വരുത്തുകയല്ലേ? നല്ല ചോദ്യമാണ്. പക്ഷേ ഇത് ഫഡ്ജിംഗ് അല്ല, മറിച്ചൊരു തിരുത്തലാണ്, കറക്ഷൻ. നമ്മുടെ അളവുകോലിന് ഒരു ചെറിയ വളവുണ്ടെന്ന് കരുതുക. ആ വളവ് പരിഗണിക്കാതെ നമ്മൾ അളന്നാൽ കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കുമല്ലോ. ശരിയാണ്. ആ വളവ് എത്രയുണ്ടെന്ന് കണ്ടെത്തി അതനുസരിച്ച് നമ്മുടെ അവസാനത്തെ അളവിനെ ക്രമീകരിക്കുന്നതിന് തുല്യമാണിത്. നമ്മൾ ഡേറ്റയെ മാറ്റുകയല്ല, മറിച്ച് നമ്മുടെ ടെസ്റ്റിനെ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതാക്കുകയാണ്. അപ്പോൾ ഈ സ്ഫിറിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക ടെസ്റ്റുകളൊന്നുമില്ലേ?
സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായി ഇത് കാണിക്കുമോ? ഉണ്ട്. മൗച്ച്ലീസ് ടെസ്റ്റ് സാധാരണയായി എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളിലും വരും. ആഹാ. പക്ഷേ ഇവിടെയാണൊരു ട്വിസ്റ്റ്. പല ഗവേഷണങ്ങളും, പ്രത്യേകിച്ച് മോണ്ടി കാർലോ പഠനങ്ങൾ കാണിക്കുന്നത് ഈ ടെസ്റ്റിനെ അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. മോണ്ടി കാർലോ പഠനങ്ങൾ അതെന്താ? അതായത് കമ്പ്യൂട്ടർ സിമ്യുലേഷനുകൾ. പലതരം ഡേറ്റകൾ കമ്പ്യൂട്ടറിലുണ്ടാക്കി ഈ ടെസ്റ്റ് ആയിരക്കണക്കിന് തവണ ഓടിച്ചു നോക്കും. ഒരു കാർ എഞ്ചിൻ പല സാഹചര്യങ്ങളിൽ ഓടിച്ച് അതിന്റെ പരിധി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് പോലെ. ഒരു സ്ട്രെസ് ടെസ്റ്റ്. അതെ. അത്തരം സ്ട്രെസ് ടെസ്റ്റുകളിൽ മോഷ്ലിയുടെ ടെസ്റ്റ് അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മിക്ക ഗവേഷകരും പിന്തുടരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, എന്താണ്? സ്ഫിറിസിറ്റി ലംഘിക്കപ്പെട്ടു എന്നന്ന് കരുതുക, എന്നിട്ട് എപ്പോഴും ഗ്രീൻഹൌസ് ഗീസർ പോലുള്ളൊരു തിരുത്തൽ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും സേഫ്. ശരി. അപ്പോൾ നമുക്ക് ഇത്രയും നേരം സംസാരിച്ചതൊന്ന് ചുരുക്കി പറയാം. ഒരേ വ്യക്തിയെ പലതവണ അളക്കുന്ന റിപ്പീറ്റഡ് മെഷേഴ്സ് അനോവ വളരെ ശക്തമായ ഒരു ടൂളാണ്. അതെ, സംശയമില്ല. പക്ഷെ അതിന് ചില കർശനമായ നിയമങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സ്ഫിറിസിറ്റിയാണ്. അതായത് പല സമയങ്ങളിലെ അളവുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ വേരിയൻസ് തുല്യമായിരിക്കണം എന്ന നിയമം. ഇത് മിക്കവാറും തെറ്റാനാണ് സാധ്യത. അതെ. പക്ഷെ അങ്ങനെ തെറ്റിയാൽ പേടിക്കണ്ട. ഗ്രീൻഹൌസ് ഗീസർ പോലുള്ള തിരുത്തൽ രീതികൾ ഉപയോഗിച്ച് നമുക്ക് വിശ്വസനീയമായ നിഗമനങ്ങളിൽ എത്താൻ സാധിക്കും. നിയമങ്ങൾ അറിയുന്നത് പോലെ തന്നെ അവ ലംഘിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയുന്നതും പ്രധാനമാണ്. അതെ. ഒരു നല്ല ഗവേഷകനെ തിരിച്ചറിയുന്നത് അവിടെയാണ്. തീർച്ചയായും. ഇനി നിങ്ങളുടെ സ്വന്തം ചിന്തയ്ക്കായി ഒരു ചോദ്യം. നമ്മൾ ഈ ചർച്ചയിലുടനീളം നിരീക്ഷണങ്ങളുടെ സ്വാതന്ത്ര്യം, അതായത് ഇൻഡിപെൻഡൻസ് എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു അടിസ്ഥാന ശിലയാണത്. എന്നാൽ സാമൂഹിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും പരസ്പരം ആശ്രയിച്ചിരിക്കും. ഒരു ക്ലാസ് മുറിയിലെ കുട്ടികളുടെ പഠനം, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുടെ പ്രകടനം, ഇവയൊന്നും പൂർണ്ണമായും സ്വതന്ത്രമല്ല. ശരിയാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്വാതന്ത്ര്യം എന്ന ഈ കർശനമായ സങ്കല്പം പരസ്പരം സ്വാധീനിക്കുന്ന മനുഷ്യരെ പഠിക്കുമ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഒരുപക്ഷേ ഈ പരസ്പരാശ്രയിതത്വം, ഈ നോൺ ഇൻഡിപെൻഡൻസ് എന്നതൊരു പ്രശ്നമെന്നതിലുപരി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രതിഭാസം തന്നെയല്ലേ? ഇത് നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനായി വിടുന്നു.